ലാസ്റ്റ് സെറ്റ് എക്സാം ആണ് ഈ ഫെബ്രുവരി 22 ഈ സിലബസ് കണ്ട് പകച്ച് നിൽക്കേണ്ടവർക്ക് നിൽക്കാം. പക്ഷേ ഇവിടെ ഈ സെറ്റ് എക്സാം കഴിഞ്ഞിട്ടുള്ള സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ സെറ്റ് ക്ലിയർ ചെയ്താൽ HSST എന്ന് പറയുന്ന വലിയൊരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ സെറ്റ് എക്സാം ഫെബ്രുവരി 22 വരാൻ പോവാണ് അല്ലേ? അപ്ലൈ ഒക്കെ നമ്മൾ കാര്യമായിട്ട് തന്നെ എക്സാമിന് അപ്ലൈ ചെയ്തു, എന്നാൽ പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, പഠിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, എന്നിട്ട് നമുക്കൊരു ഡിസിഷനിലേക്ക് എത്താം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുന്നിലുള്ളത് 60 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ 60 ദിവസം കൊണ്ട് സെറ്റ് നേടുമോ എന്ന ചോദ്യത്തിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെറ്റ് എന്ന് പറയുന്ന ഒരു മത്സര പരീക്ഷയല്ല, ഒരു യോഗ്യതാ പരീക്ഷയാണ്. അതായത് ഇതിൽ നമുക്കൊരു മാർക്കുണ്ട്, ഒരു കട്ട് ഓഫ് മാർക്കുണ്ട്. ആ കട്ട് ഓഫ് മാർക്ക് മാത്രം നമ്മൾ നേടിയാൽ മതി. അതിനകത്ത് എത്ര മാർക്ക് കൂടുതൽ നേടിയാലും ഇല്ലെങ്കിലും ഒക്കെ നമ്മളത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നെഗറ്റീവ്സ് ഇല്ലാത്ത ഒരു എക്സാമും കൂടിയാണ് സെറ്റ്. ഈ 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ പോലും ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നത് ഇതിൻ്റെ സിലബസ് ആണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. 2 പേപ്പറുകളിലായിട്ട് പരീക്ഷ നടക്കുന്നു. സോ സെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കൂ? ഇവിടെയും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ എൻറ്റയർ സിലബസ് ഈ 60 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല. അത് പഠിച്ചു തീർക്കുന്നതല്ല ഇവിടെ നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പെർഫെക്ഷനിസത്തോടു കൂടി ഇനിയുള്ള ദിവസങ്ങളെ നിങ്ങൾ കാണാതിരിക്കുക. ഇനിയുള്ള ദിവസം ഈ സിലബസിലെ ഫോക്കസ് ഏരിയാസ്, അതായത് എക്സാം ഫോക്കസ് ഏരിയാസ് മാത്രം കവർ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ എക്സാം ഫോക്കസ് ഏരിയ കണ്ടുപിടിക്കുക? അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പഠിച്ചാൽ ഇപ്പോഴത്തെ സെറ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ PYQs മാത്രം സോൾവ് ചെയ്താൽ നമുക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു പാറ്റേണിൽ നിന്നും എല്ലാം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. PYQs മാത്രം പോരാ. പക്ഷെ തീർച്ചയായിട്ടും PYQs എന്ന് പറയുന്നത് നമുക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഏതെല്ലാം ടോപ്പിക്കിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവബോധം നമുക്ക് കിട്ടും. ഇനി അതോടൊപ്പം തന്നെ സെറ്റ് എക്സാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പല ഉദ്യോഗാർത്ഥികളും കാണുന്നതിൻ്റെ ജനറൽ പേപ്പറാണ് അല്ലേ? ജനറൽ പേപ്പർ, ഇപ്പോൾ സെറ്റ് എക്സാമിൻ്റെ സബ്ജക്ട് പേപ്പർ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്ജക്റ്റുമായിട്ട് ദേ ആർ ഇൻ ടച്ച്. അപ്പോൾ ജനറൽ പേപ്പർ എന്ന് പറയുന്നത് ഒരുപാട് ടോപ്പിക്സ് ആണ് ആ ഒരു 120 മാർക്കിലേക്ക് വരുന്നത്. ഇതിൽ എന്ത് പഠിക്കണം, എത്രത്തോളം പഠിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരോട് തീർച്ചയായിട്ടും ജനറൽ പേപ്പറിൽ നമ്മൾ കൃത്യമായ സ്ട്രാറ്റജി എടുക്കണം. അവിടെ 60 മാർക്കിൻ്റെ ടീച്ചിങ് മെത്തഡോളജി അതുപോലുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന 60 മാർക്ക്, ഈ 60 മാർക്ക് കുട്ടികളുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് സൂര്യൻ താഴെയുള്ള എന്തും ചോദിക്കും. അങ്ങനെയല്ല. ഈ 60 മാർക്കിന് കൃത്യമായിട്ടും കറണ്ട് അഫയേഴ്സിനൊക്കെ വെയിറ്റേജ് കൂടി വരുന്ന ഒരു സമയമാണ്. കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, സയൻസിൽ നിന്നും മാത്സിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ഒക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ 60 മാർക്കിൽ ഒരു 30-35 മാർക്കിനോളം നമുക്ക് കിട്ടാൻ വേണ്ടി എന്തെല്ലാം പഠിക്കണം? ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് സബ്ജക്ട് പേപ്പർ ആയിരിക്കും എളുപ്പം, ചിലർക്ക് ജനറൽ പേപ്പർ ആയിരിക്കും എളുപ്പം. അപ്പം നിങ്ങളുടെ സ്ട്രെങ്ത് ഏതാണോ അതിനെ നമ്മൾ ഷാർപ്പൻ ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഓരോ പേപ്പറിലും മിനിമം മാർക്സിനോടൊപ്പം തന്നെ നമുക്കൊരു ടോട്ടൽ അഗ്രഗേറ്റ് മാർക്കിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആണ് അവിടെ ഹെൽപ്പ് ചെയ്യുക. എന്നാൽ വീക്ക് ഏരിയ, അതായത് ജനറൽ പേപ്പറാണ് പല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി വീക്കായിട്ട് പറയുന്ന ഏരിയ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മിനിമം മാർക്ക് നമ്മൾ എൻഷുർ ചെയ്താൽ മാത്രമേ ഈ ഒരു അഗ്രഗേറ്റിലേക്ക് നമ്മൾ എത്തുള്ളൂ. സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കുക. ഒരുപാട് പരീക്ഷകൾ, അതായത് നമ്മുടെ HSST കെമിസ്ട്രി പോലുള്ള എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ 2026 നമ്മൾ പ്രതീക്ഷിക്കുന്ന വിജ്ഞാപനങ്ങളാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സെറ്റ് ക്ലിയർ ചെയ്യുക. HSST പരീക്ഷയ്ക്ക് മുൻപായിട്ടുള്ള ലാസ്റ്റ് സെറ്റ് എക്സാം ആണ് ഈ ഫെബ്രുവരി 22 ഈ സിലബസ് കണ്ട് പകച്ച് നിൽക്കേണ്ടവർക്ക് നിൽക്കാം. പക്ഷേ ഇവിടെ ഈ സെറ്റ് എക്സാം കഴിഞ്ഞിട്ടുള്ള സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ സബ്ജക്റ്റിൽ PG കഴിഞ്ഞ് BEd കഴിഞ്ഞ് സെറ്റ് ക്ലിയർ ചെയ്ത വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികളോട് മാത്രമാണ് നിങ്ങൾ മത്സരിക്കുന്നത്. സോ സെറ്റ് ക്ലിയർ ചെയ്താൽ HSST എന്ന് പറയുന്ന വലിയൊരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ അവസരത്തെക്കുറിച്ച് ഓർത്താൽ മാത്രം മതി. സോ ഇനിയുള്ള 60 ദിവസം ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കൃത്യമായ പഠന സ്ട്രാറ്റജിയോടുകൂടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വളരെ സക്സസ്ഫുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് CCയുടെ കോഴ്സ് മറ്റ് കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്? എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? വളരെ സിമ്പിളാണ്. കേരളത്തിൽ ഏറ്റവും ആദ്യം മുതലേ സെറ്റ് എന്ന് പറയുന്ന എക്സാമിൽ ഉദ്യോഗാർത്ഥികളോടൊപ്പം നിൽക്കുന്ന ഞങ്ങൾക്ക് കൃത്യമായ പഠന സ്ട്രാറ്റജി ഓരോ വിഷയങ്ങളിലും ജനറൽ പേപ്പറിലും ഉണ്ട്.
സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ്. എന്താണ് ഈ റെക്കോർഡഡ് ക്ലാസ്സസിന്റെ പ്രത്യേകത? ഇത് മുഴുവൻ കാണുക എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഏതാണോ ആ ഭാഗങ്ങൾ പർട്ടിക്കുലറായി എടുത്ത് കണ്ട് നിങ്ങൾക്ക് അതിലുള്ള കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കാം. അങ്ങനെയുള്ള റെക്കോർഡഡ് ക്ലാസ്സസ്, അതോടൊപ്പം തന്നെ അധ്യാപകരോടൊപ്പം റിവൈസ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ലൈവ് സെഷൻസ്. ആപ്പിലെ ക്ലാസ്സുകൾ മാത്രമല്ല, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയും വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അധ്യാപകരോടൊപ്പം ഇരുന്നു കൊണ്ടുള്ള ലൈവ് സെഷൻസ് ആണ് CCA മറ്റെല്ലാ കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മോക്ക് എക്സാം, മോഡൽ എക്സാംസ്, ഗ്രൂപ്പിലുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ്, പേഴ്സണൽ മെന്റർ സപ്പോർട്ട്, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് അധ്യാപകർ, മെന്റേഴ്സ്, ആൻഡ് എബവ് ഓൾ പഠിത്തം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ തുടങ്ങിയ പഞ്ചിൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് എന്താ? ഈ ക്രിസ്മസും അവധികളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഒന്ന് ഡൗൺ ആവും. അപ്പോൾ ഒന്ന് തട്ടി എണീറ്റ് പഠിക്കൂ എന്ന് പറയുന്ന രീതിയിലുള്ള മോട്ടിവേഷണൽ സെഷൻസ്, ഇതും CCയിൽ നിന്ന് നിങ്ങൾക്ക് അഷ്വേർഡ് ആണ്. ഇതൊക്കെ തന്നെയാണ് CCA മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ CCയോടൊപ്പം പാസ്സായ ഉദ്യോഗാർത്ഥികളുടെ മീറ്റപ്പിലുള്ള റിവ്യൂസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടതാണ് അല്ലേ? ഇവിടെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ളതിനേക്കാൾ ഉപരി അവരിൽ ഒരാളായി നിന്ന് എക്സാം വരെ അവരോടൊപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് CCയുടെ സെറ്റിൻ്റെ കോഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ 60-day ക്രാഷ് ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് എൻറോൾഡ് ആവുക. ഞങ്ങളുടെ ലൈവ് ക്ലാസ്സസും ഒക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ന്യൂ ഇയറിൽ സെറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു HSSC നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്. ശരിയല്ലേ? സെറ്റ് നേടാം എത്രയും പെട്ടെന്ന്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.